ബിയർ വെള്ളവും ചായയും കാപ്പിയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ പാനീയമാണ് ബിയർ. ബിയറിന് മദ്യത്തേക്കാൾ ലഹരി കുറവാണെങ്കിലും ശരീരത്തിന് ദോഷം ചെയ്യില്ല എന്നുമാണ് പറയുന്നത്. ചില ഗവേഷണങ്ങളിൽ പരിമിതമായ അളവിൽ ബിയർ കുടിക്കുന്നത് ഗുണം ചെയ്യുമെന്നും പറയുന്നു. ബിയർ ബ്രാൻഡ് ഏതാണെങ്കിലും അതിൻ്റെ കുപ്പിയുടെ നിറം പച്ചയോ ബ്രൗണോ അല്ലെങ്കിൽ നീലയോ മാത്രമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഈജിപ്തിലാണ് ആദ്യത്തെ ബിയർ കമ്പനി ആരംഭിച്ചതായി വിശ്വസിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണിത്. ആദ്യകാലത്ത് ബിയർ സുതാര്യമായ കുപ്പികളിലായിരുന്നു ലഭ്യമായിരുന്നത്. ഇത് സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ബിയറിനെ നശിപ്പിക്കുന്നതായി കണ്ടെത്തി. ഈ പ്രശ്നം പരിഹരിക്കാൻ ബിയർ നിർമ്മാതാക്കൾ ഒരു പുതിയ പ്ലാൻ ഒരുക്കി. അങ്ങനെ ബ്രൗൺ നിറത്തിലുള്ള കുപ്പികൾ ബിയറിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രൗൺ നിറത്തിലുള്ള കുപ്പികളെ സൂര്യരശ്മികൾ ബാധിച്ചിരുന്നില്ല. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രൗൺ നിറത്തിലുള്ള കുപ്പികൾക്ക് വലിയ ക്ഷാമമുണ്ടായി. കാരണം ഇതോടെ ബിയർ നിർമ്മാതാക്കൾക്ക് സൂര്യപ്രകാശം ബാധിക്കാത്ത ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ബ്രൗൺ നിറത്തിന് പകരം പച്ച നിറം തിരഞ്ഞെടുത്തത്. സന്തോഷമായാലും സങ്കടമായാലും മദ്യത്തിനൊപ്പം പങ്കുവയ്ക്കുന്നതാണ് മലയാളികൾ. ഇതൊന്നുമില്ലെങ്കിലും മദ്യപാനത്തിന് പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടാകാൻ ആവശ്യമില്ല. പറയുമ്പോൾ മദ്യത്തിനൊപ്പം കൂട്ടാമെങ്കിലും മറ്റ് ആൽക്കഹോൾ ഉൽപ്പന്നങ്ങളെപ്പോലെ ബിയർ അത്ര അപകടകാരിയല്ല. മാത്രമല്ല ബിയർ ആരോഗ്യത്തിന് നല്ലതാണെന്ന് കൂടി പറയുകയാണ് പുതിയ പഠനം. 2021 നടത്തിയ പഠനത്തിൽ ബിയർ കുടിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് നല്ലതാണെന്ന് പറയുന്നു. ബിയർ പ്രേമികൾക്ക് ഇതിൽ പരം എന്ത് വേണം സന്തോഷിക്കാൻ? ബിയറിൻ്റെ 5 ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1. ദിവസവും മിതമായ അളവിൽ ബിയർ കുടിക്കുന്നത് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ് പഠനം നിലവിൽ പറയുന്നത്. ഹൃദയാരോഗ്യമുള്ളവർക്കും ധൈര്യമായി ബിയർ കുടിക്കാം, അമിതമാകാതിരുന്നാൽ മതി. രണ്ടാമത്തെ കാര്യം, ആൽക്കഹോളിക് ഗ്രേപ്പ് ജ്യൂസിനേക്കാളും വൈനിനേക്കാളും അധികം പ്രോട്ടീനും വൈറ്റമിൻ ബിയും ബിയറിൽ അടങ്ങിയിട്ടുണ്ട്. പലവിധ രോഗങ്ങളിൽ നിന്നും തടയുന്ന ആൻറ്റി ഓക്സിഡൻസും ബിയറിൽ അടങ്ങിയിട്ടുണ്ട്. 3. വിവിധ പഠനങ്ങൾ പറയുന്നത് പ്രകാരം ഹൃദയത്തിന് മാത്രമല്ല ഡയബറ്റിസ് സാധ്യത കുറയ്ക്കാനും ബിയർ കൂടി സഹായിക്കും. അടുത്തിടെ 70,000 പേരിൽ നടത്തിയ പഠനമനുസരിച്ച് ആഴ്ചയിൽ 14 ഗ്ലാസ് ബിയർ കുടിക്കുന്നവരിൽ ടൈപ്പ് 2 ഡയബറ്റീസ് കുറയുന്നു എന്നാണ്. നാലാമത്തെ കാര്യം, ഇനിയുമുണ്ട് ബിയറിൻ്റെ ഗുണങ്ങൾ. എല്ലിൻ്റെ ബലത്തിന് നല്ലതാണ്. പാൽ കുടിക്കുന്നത് എല്ലിൻ്റെ ബലത്തിന് നല്ലതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പാലിൻ്റെ അത്ര ഗുണം ബിയർ കുടിച്ചാലും എല്ലുകൾക്ക് ലഭിക്കുമെന്നാണ് പഠനം. എത്ര പേർക്കറിയാം ബിയറിൽ അടങ്ങിയിരിക്കുന്ന സിലിക്കൺ എല്ലുകൾക്ക് ബലം നൽകും? അഞ്ചാമത്തെ കാര്യം, പല്ലുകളുടെ ആരോഗ്യത്തിനും ബലത്തിനും ദിവസം 2 നേരം പല്ല് തേക്കണമെന്ന് വായി വൃത്തിയാക്കണമെന്നും ദന്ത ഡോക്ടർമാർ ഉപദേശിക്കും. എന്നാൽ നല്ല ചിൽഡ് ബിയർ കഴിക്കുന്നത് പല്ലുകൾക്ക് നല്ലതാണെന്നറിയാമോ? പല്ലുകളിൽ ദോരവും ഇൻഫെക്ഷനും ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ ബിയറിന് സാധിക്കും. ബിയറിന് ഇരുണ്ട നിറം കൂടുന്നതിനനുസരിച്ച് ലഹരി കൂടുന്നു. ബിയറിൻ്റെ നിറം കൂടിയാൽ ലഹരി നൽകുന്ന കലോറി കുറയുകയും ചെയ്യുമെന്ന് പറയുന്നു. ഈ അവകാശവാദം ശരിയല്ല. ബിയറിൻ്റെ നിറം അതുണ്ടാക്കുന്ന ധാന്യത്തിൻ്റെ തരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതേസമയം കറുത്ത നിറമുള്ള സ്റ്റോട്ട് ബിയറിന് ഇരുണ്ട നിറമാണെങ്കിലും കലോറി കുറവാണെന്ന് എന്ന് മാത്രമല്ല ഇതിൽ ലഹരി കുറവാണ്. ബിയറിൻ്റെ ധാരാളം കലോറി അടങ്ങിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇത് സ്ഥിരമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കുകയും മാത്രമല്ല വയർ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. സാങ്കേതികപരമായി അത്തരം വയറുകളെ ബിയർ ബില്ലി എന്ന് വിളിക്കുന്നു. എന്നിരുന്നാലും ആ അവകാശവാദം പൂർണ്ണമായി ശരിയല്ല. മറ്റ് പാനീയങ്ങളായ ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, റെഡ് വൈൻ അല്ലെങ്കിൽ പാൽ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബിയറിന് താരതമ്യേന കുറച്ച് കലോറി മാത്രമേ ഉള്ളൂ. ഒരു കണക്കനുസരിച്ച് 375 മില്ലി അല്ലെങ്കിൽ ഒരു പൈൻറ്റ് ബിയർ 150 കലോറി ഉണ്ട്. ബിയർ വിശപ്പ് വർദ്ധിപ്പിക്കുന്നു. ബിയർ ബെല്ലി അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് ബിയർ ഉത്തരവാദിയല്ല. മദ്യം കഴിച്ചതിന് ശേഷം നമ്മുടെ കരൾ ശരീരത്തിലെ കൊഴുപ്പിന് പകരം മധ്യഭാഗമായി ശ്രമിക്കുന്നതിനാൽ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു എന്നാണ് മെഡിക്കൽ വിദഗ്ധരുടെ അഭിപ്രായം. ബിയർ കുടിക്കുന്നതിന് ഒരിക്കലും ഹാങ് ഓവർ കാരണമാകില്ലെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ ഹാങ് ഓവർ ഉണ്ടാകുമെന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ കുടിക്കുന്ന ഏത് മദ്യവും നമ്മുടെ രക്തക്കുഴലുകളിലൂടെ കടന്നു പോകുന്നതിലൂടെ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുകയും തലച്ചോറ്, വൃക്കകൾ, ശ്വാസകോശം എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. മദ്യപാനം ശരീരത്തിലെ നിർജ്ജലീകരണം എന്നീ പ്രശ്നത്തിന് കാരണമാകുന്നു. ഇതിനു മുമ്പ്
ആടുജീവിതത്തിലെ പൃഥ്വിരാജ് ഒരു സീനായിട്ട് വോഡ്ക കുടിച്ചു നിർജ്ജലീകരിക്കാൻ. ഞാൻ ആ വീഡിയോ പിൻ ചെയ്യാം, എന്തെന്ന് കണ്ട് വിശദീകരിക്കൂ. കാരണം എല്ലാ മദ്യവും ദഹിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന, ക്ഷീണം, ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭൂരിഭാഗം വെള്ളമായതിനാൽ മിക്കവർക്കും ബിയർ കുടിച്ചാൽ ഹാങ് ഓവർ ഉണ്ടാകില്ല. എന്നാൽ 5% മദ്യം. എന്നിരുന്നാലും രാത്രി മുഴുവൻ ബിയർ കുടിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ അടുത്ത ദിവസം ഹാങ് ഓവർ നിങ്ങളുടെ മാനസികാവസ്ഥയെ നശിപ്പിക്കും. തണുത്ത ബിയർ കുടിക്കാനാണ് ബിയർ പ്രേമികൾക്കിഷ്ടം. അപ്പോൾ ബിയർ എപ്പോഴും തണുത്ത് ഇരിക്കണമെന്നാണോ എന്ന് ചോദിച്ചാൽ ബിയറിൻ്റെ തരത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഉത്തരം. ആരെങ്കിലും ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബിയർ കുടിക്കുകയാണെങ്കിൽ ഇളം തണുപ്പോട് കൂടി കുടിക്കുന്നത് മികച്ചൊരു രുചി നൽകുന്നു. തണുപ്പ് കൂടിയാൽ ബിയറിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ കഴിയില്ല. വൈൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇംപീരിയൽ ആലെ ബിയർ 12 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ തണുപ്പിച്ച് മാത്രമേ കുടിക്കാവൂ. അതേസമയം ബാർലിയിൽ നിന്നുള്ള ചില പാനീയങ്ങൾ സാധാരണ ഊഷ്മാവിൽ കുടിക്കാം. ബിയർ കുടിച്ചാലും കൺട്രോൾ ഉണ്ടായിരിക്കണം. ബിയറിന് ലഹരി വളരെ കുറവാണെങ്കിലും എത്ര കുടിച്ചാലും ആ വ്യക്തി നിയന്ത്രണത്തിലായിരിക്കും എന്നും മദ്യപിക്കുന്നവർ അവകാശപ്പെടുന്നു. വിസ്കി, റം തുടങ്ങിയ ഹാർഡ് പാനീയങ്ങൾ മദ്യത്തിൻ്റെ ശതമാനം കൂടുതലാണെന്നും അതിനാൽ അവ കൂടുതൽ ലഹരി ഉണ്ടാകുമെന്നും ആണ് വാദം. എന്നിരുന്നാലും ഈ വിശ്വാസം പൂർണ്ണമായി ശരിയല്ലെന്ന് വിദഗ്ധർ പറയുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളാരും മദ്യപിക്കല്. മദ്യപിച്ചാൽ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗവും നിങ്ങൾ കളഞ്ഞു കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വളരെ ദോഷം ചെയ്യും, കൂടാതെ സമൂഹത്തിനും. കോൺഫിഡൻസ് കുറവ് കൊണ്ട് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ലേ? അതിനൊരു വഴിയുണ്ട്. റോഡ് മാസ്റ്റർ ഡ്രൈവിംഗ് പ്രാക്ടീസ്, വെമ്പായം, നെടുമങ്ങാട്. 701 286 0577 ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നോവയിൽ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതാണ്. അത്യാധുനിക സിമുലേറ്ററിൻ്റെ സഹായത്തോടെ ഡ്രൈവിംഗ് പരിശീലനം ഈസിയാക്കാം. ഇത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രം ബാധകം. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ബിയറുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് അമിതമായിട്ട് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഹാങ് ഓവറിന് പകരം കൂടുതലായിട്ട് മൂത്രമൊഴിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ 5% മാത്രമാണ് മദ്യമെന്ന്. ഇത് മൂത്രശങ്ക ഒരിക്കലും ആ സമയത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഇതുവരെ ഒരു OMR പോലും കറക്കി കുത്തിയിട്ടില്ലാത്ത, ഇതുവരെയും PSCയുടെ അടിസ്ഥാനം പഠിച്ചിട്ടില്ലാത്തവർക്കായിട്ട് PSC വെക്കേഷൻ ഫൗണ്ടേഷൻ ക്ലാസ് കന്യാകുളങ്ങര ആരംഭിച്ചിരിക്കുന്നു. ഏപ്രിൽ 17 ബുധനാഴ്ച മുതലായിരുന്നു ക്ലാസ് ആരംഭിക്കുന്നത്. ഞാൻ PSC പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥാപനത്തിലെ ടീച്ചറായിട്ട് ഉദ്യോഗത്തിൽ പ്രവേശിച്ച ചേച്ചിയാണ്. ഇതുപോലെ ഒരുപാട് വിജയികളുണ്ട്. എക്സ്പെക്റ്റിന് സ്വന്തം. അടുത്തതായിട്ട് 2199 റാങ്കിലെത്തിയ ആയിഷ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ പ്രവേശിച്ചു. LDCയുടെയോ CPIയുടെയോ അഡ്മിഷൻ തുടരുന്നു.